രാജ്യത്തെ സാധാരണ ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയെന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ 11 വർഷങ്ങളിലെ നേട്ടമെന്ന് ബിജെപി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാനായതും ഈ ഭരണകാലയളവിലാണ്. അതേസമയം ബിജെപി ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ദാരിദ്ര്യരേഖക്ക് മുകളിലേക്ക് 25 കോടിയിലധികം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വേൾഡ് ബാങ്ക് പറയുന്നത് 267 മില്യൺ ജനങ്ങളെ ദാരിദ്ര്യരേഖക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേമ ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോഡ് വേ, സീവേ, അതുപോലെ തന്നെ റെയിൽവേ തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ മാറ്റമാണ് ജനങ്ങൾക്ക് തൊട്ടറിയാനും കണ്ടറിയാനും സാധിക്കും. ഈ പതിറ്റാണ്ടിൽ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട 1-2 പദ്ധതികൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആസാമിൽ ബോഗിബീൽ ബ്രിഡ്ജ് ഉണ്ട്. ഒരു അത്ഭുതമാണ്. അതായത് അടിയിൽ കൂടി റോഡ്, മുകളിൽ കൂടി റെയിൽ.